എൻവയോൺമെന്റ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, നമ്മുടെ സാഹചര്യം, അനുഭവങ്ങൾ, വളരുന്ന ചുറ്റുപാടുകൾ, ഇതൊക്കെ വളർച്ചയെ സ്വാധീനിക്കും. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത്. ഇപ്പൊ പൈതൃകത്തിലെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും. ജനറ്റിക്സ് കണ്ടെത്തിയിട്ടുള്ളത് ഈ അപ്പന്റെയും അമ്മയുടെയും മാത്രമല്ല, പുറകോട്ട് 16 തലമുറ വരെ പുറകോട്ട് പോകാം. അവിടുത്തെ പ്രത്യേകത, അപ്പനും അമ്മയും വെളുത്തതാണെങ്കിലും കൊച്ചു എന്തുകൊണ്ട് കറുത്തു പോകുന്നു? ഞാൻ വെളുത്തത്, നീ വെളുത്തത്, പക്ഷെ കൊച്ചു കറുത്തിരിക്കുന്നു. അപ്പനും അമ്മയും കറുത്തതാണെങ്കിൽ കൊച്ചു ചിലപ്പോൾ വെളുത്തിരിക്കും. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമല്ല, ഈ തലമുറ പുറകോട്ട് 16 തലമുറ വരെ ഇതിൻ്റെ സ്വാധീനമുണ്ട്. അപ്പൊ അവിടെയുള്ള ഈ ജനറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DNA കുറിച്ചൊക്കെ സ്റ്റഡി ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പൈതൃകം എന്ന് പറയുന്ന ഹെറിഡിറ്റി പ്രധാനപ്പെട്ടതാണ്. അതിൽ എനിക്കൊരു സ്വാധീനമുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ സാധനം സാഹചര്യം. ഈ സാഹചര്യമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ, ചുറ്റുപാടുകളിലൂടെ, അയൽവക്കങ്ങളിലൂടെ, സൗഹൃദങ്ങളിലൂടെ, സ്കൂളിലൂടെ, പള്ളിയിലൂടെ, കാറ്റഗിസത്തിലൂടെ ഇടപെടുന്ന എല്ലാ മേഖലകളും, വായു, വെള്ളം, മണ്ണ്, ആകാശം, ഇതൊക്കെ ഈ സാഹചര്യത്തിലുണ്ട്. ഇതിലൂടെ ഒക്കെ കുഞ്ഞ് വളരുകയാണ്. ഈ രണ്ട് സ്വാധീനവും കുഞ്ഞിന്റെ ജീവിതത്തിൽ നിരന്തരം സ്വാധീനിക്കപ്പെടും. ഈ ഡിജിറ്റൽ വെൽനസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്തവണത്തെ ആപ്തവാക്യം ഇങ്ങനെയാണ്: ഞാൻ ഈശോയുടെ നിരീക്ഷണത്തിലാണ്. അത് നമ്മൾ സാധാരണ ക്യാമറ, CCTV ക്യാമറയൊക്കെ തന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ചിരിക്കും, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണം എന്ന് പറഞ്ഞ അപകടം പിടിച്ച സാധനം. ഞാൻ ഈ പാലൂത്ര എന്ന് പറയുന്ന സ്ഥലം കായലിനപ്പുറമാണല്ലോ. വെച്ചുപ്പള്ളിയുടെ പണ്ടത്തെ കുരിശുപള്ളിയാണ് പാലൂത്രപ്പള്ളി. പാലൂത്രക്കാരനായ ഞാൻ ആദ്യമായിട്ട് എറണാകുളം കാണുന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, CFCയിൽ അംഗമായിരുന്ന സമയത്ത്. അന്ന് ബസ്സിന് കയറി പള്ളിമുക്കിൽ ചെന്നിറങ്ങി അവിടുന്ന് മേനക വഴിയുള്ള ബസ്സിന് കയറി അങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നൊരു കാലം. അങ്ങനെ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഈ നേവൽ ബേസിൽ ചെല്ലുമ്പോൾ തോക്ക് പിടിച്ച് പട്ടാളക്കാരനെ കണ്ടേ. അതിലൊക്കെ തോപ്പുപടി വഴിയാണല്ലോ ബസ്. നേവൽ ബേസിൽ ചെല്ലുമ്പോൾ ഈ നേവൽ ബേസിന്റെ വലിയ മതിലിന്റെ മുകളിൽ പാറാവുകാരൻ, പട്ടാളക്കാരൻ ഇങ്ങനെ തോക്ക് പിടിച്ചിങ്ങനെ നിൽക്കാറാണ്. ആരെങ്കിലും ചെന്നാൽ വെടിവെക്കാൻ. അന്ന് അത്യാധുനിക ക്യാമറയൊന്നും വന്നിട്ടില്ല. ഈ പട്ടാളക്കാരൻ്റെ പണിയും ആര് വന്നാലും ഇങ്ങനെ നോക്കണം. ശത്രുവാണെങ്കിൽ വെടിവെക്കണം. ശത്രുവിനെ പേടിപ്പിക്കാൻ അയാൾ നിൽക്കണം. സർവൈലൻസ് എന്നാണ് പറയുന്നത്. എല്ലാവരും ഇപ്പൊ ക്യാമറ വെച്ച് തുടങ്ങി. ആ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടില്ലേ? പാകിസ്ഥാൻ ചെയ്ത പരിപാടി എന്താണ്? പാകിസ്ഥാൻ റഷ്യയുടെ ചൈനയുടെ സഹായത്തോടുകൂടെ സാറ്റലൈറ്റ് നിക്ഷേപിച്ചിട്ട് ഇന്ത്യയുടെ പരമപ്രധാനമായ സംഗതികളൊക്കെ ആരുടെ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ പ്രധാന ഇൻസ്റ്റലേഷനിലേക്ക് മുകളിൽ ആകാശത്തോടെ ക്യാമറ വെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സീക്രട്ടൊക്കെ പാകിസ്ഥാൻ പിടിക്കുന്നു. പാകിസ്ഥാന്റെ അന്തർവാഹിനി വരെ പിടിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഈ സാധനം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സർവൈലൻസ്, നിരീക്ഷണം പറക്കലാണ്. എല്ലായിടത്തും ക്യാമറയാണ്. പോലീസുകാരുടെ അടുത്ത്. അപ്പൊ ഇലോൺ മസ്ക് ആകാശത്ത് സാറ്റലൈറ്റ് ക്യാമറകൾ എല്ലായിടത്തും വെച്ചിട്ടില്ല. എല്ലായിടത്തും രഹസ്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. നിങ്ങൾ ഫോണുമായിട്ട് ഒരു ഹോട്ടലിൽ ചായ കഴിക്കാൻ കേട്ട് തിരിച്ചു വന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം എങ്ങനെ ഉണ്ടായിരുന്നു ചായക്കടാതെ ഗൂഗിൾ എപ്പോഴും ചോദിക്കും. അതിന് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണം. 5 തരത്തിൽ 5, 4, 3. ഈ ഫോണുമായിട്ട് എവിടെ പോയാലും ഫോൺ പോലും വിളിക്കണ്ട. പോകുന്ന സ്ഥലങ്ങൾ, കയറുന്ന കടകൾ, ആരെയൊക്കെ ഫോൺ വിളിക്കുന്നു എന്നെല്ലാം ഈ ഗൂഗിൾ നോക്കിക്കൊണ്ടിരിക്കും. ഡേറ്റ കളക്ഷൻ. ഞാൻ 2 പ്രാവശ്യം എന്തെങ്കിലും ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പരസ്യം ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ അടുത്ത് വരും. അതിന് അവർക്കൊരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകം